കർത്താവിൽ എന്റെ സഹോദരി സഹോദരങ്ങളെ, ആഗോള കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ ചരിത്ര പ്രാധാന്യവും അതിലേറെ അഭിഷേക സമൃദ്ധിയും നിറഞ്ഞു നിൽക്കുന്ന കൃപയുടെ മണ്ണിൽ നിന്നാണ് ഈ വീഡിയോ നൽകുന്നത്. 1967 ഫെബ്രുവരി 17 മുതൽ 19 വരെയുള്ള ആ വീക്കെൻഡ് 3 ദിനം നീണ്ടു നിൽക്കുന്ന ഒരു കൊച്ചു ധ്യാനത്തിൽ അമേരിക്കയിലെ പെൻസിൽവാനിയ സ്റ്റേറ്റിലെ പിറ്റ്സ്ബർഗിലുള്ള ദ ആർക്ക് ആൻഡ് ഡവ് എന്ന് പറയുന്ന ഒരു കൊച്ചു ധ്യാന കേന്ദ്രം. ആ ധ്യാന കേന്ദ്രത്തിൽ ഡ്യൂക്കേൻ സർവകലാശാലയിലെ 25ഓളം വിദ്യാർത്ഥികളും അവരുടെ 2 മോഡറേറ്റേഴ്സും ഒരു വന്യവൈദികനും ചേർന്ന് 3 ദിനങ്ങളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ കാണുന്ന പോലെയുള്ള പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളാൽ ഈ കാലഘട്ടത്തിൽ സഭ സമ്പന്നമാകുവാൻ, തിരുസഭ മുഴുവനിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ സജീവമാകുവാനുമുള്ള ആഗ്രഹത്തോടെയായിരുന്നു ഈ 3 ദിനങ്ങളിൽ അവർ ഈ ധ്യാന കേന്ദ്രത്തിൽ ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളിൽ നിറയപ്പെടുവാനും സഭ മുഴുവനിലും ആത്മാവിന്റെ തീയായി അഭിഷേകം കത്തിപ്പടരുവാനുമുള്ള ആഗ്രഹത്തോടെ ഇവർ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ അവർ വായിച്ച് ധ്യാനിച്ച് വീണ്ടും വായിച്ച് ധ്യാനിച്ച് അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ സമൃദ്ധി കൊണ്ട് പരസ്പരം പൂരിതരാകുവാൻ അവർ ഒന്നിച്ച് ഒരു മനസ്സോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, ഓരോ സെഷനും മുൻപായി സഭയുടെ പരമ്പരാഗതമായി പരിശുദ്ധാത്മാവിനോടുള്ള സൃഷ്ടാവായി പരിശുദ്ധാത്മ വന്നാലും എന്നുള്ള ആ ഗീതം ആലപിച്ചുകൊണ്ടാണ് ഒരു സെഷൻ ആരംഭിച്ചത്. 1967 ഫെബ്രുവരി 19 തീയതി രാത്രിയിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ മധ്യേ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. മാർക്കോസിന്റെ മാളികമുറിയായ സെഗിനൂട്ടുശാലയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആ ശിഷ്യ സമൂഹത്തെ അഗ്നിനാമ രൂപത്തിൽ ഒരഭിഷേകം ചെയ്ത് ശക്തിപ്പെടുത്തി ഇതുപോലെയുള്ള ആത്മാവിന്റെ ഒരു പുത്തൻ പ്രവാഹം അവർക്ക് ലഭിക്കുകയാണ്. അവരിൽ പലരും ഭാഷാവരത്തിൽ പുതുഭാഷകളിൽ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി. മറ്റു പലരും പ്രവചിച്ചു. എന്തെന്നില്ലാത്ത ദൈവ സാന്നിധ്യ അനുഭവം അവർക്കുണ്ടായി. ആഴമേറിയ ഒരു ദൈവാനുഭവത്തിൽ അവർ നിറയപ്പെടുകയാണ്. തങ്ങളുടെ മധ്യ കർത്താവുണ്ടെന്ന് അവർ വ്യക്തമായി അനുഭവിച്ചത്. കർത്താവിന്റെ മഹത്വത്തിന്റെ ശോഭ കാണുവാൻ സ്വർഗം അവർക്ക് ഇടം നൽകി. അനുധാപമുണ്ടായി. അവരുടെ ജീവിതങ്ങൾ നവീകരിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവിന്റെ ഒരു പുത്തൻ പ്രവാഹമായുടെ ജീവിതങ്ങൾ മാറ്റപ്പെട്ടു. എന്റെ സഹോദരങ്ങളെ, ഈ ഒരു ഉണർവിന്റെ അനുഭവമാണ് പിന്നീട് സാർവത്രിക സഭ മുഴുവനിലേക്കും പരിശുദ്ധാത്മാവിന്റെ ഒരു പുത്തൻ പ്രവാഹമായി മാറിയ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റമായി ഈ ഒരു ശുശ്രൂഷയെ തന്റെ സഭയ്ക്ക് പരിശുദ്ധാത്മ പ്രദാനം ചെയ്തു. അങ്ങനെ ആഗോള സഭ മുഴുവനെയും ഉണർത്തുവാനായി ആത്മാവ് നൽകിയ ആ നവീകരണ മുന്നേറ്റത്തിന്റെ ആ തീ ഇറങ്ങി വന്ന ആ അപ്പർ റൂം, ആ മാളിക മുറിയിലാണ് ഇപ്പോൾ ഞങ്ങളായിരിക്കുന്നത്. അമേരിക്കയിൽ ഇവിടെ ശുശ്രൂഷകൾക്ക് വന്നപ്പോൾ ഇവിടെ കടന്നു വരുവാൻ വീണ്ടും ഈ യുഗാന്ത സഭയിൽ ഒരു പുതിയ ഉണർവിന്റെ അഗ്നി കത്തിപ്പടരുവാൻ, യുഗാന്ത സഭയുടെ റിവൈവലിനും റിനീവലിനുമായിട്ടുള്ള ഒരു പുത്തൻ അഭിഷേകം കർത്താവിൽ നിന്ന് പ്രാപിക്കുവാനാണ് വളരെയധികം യാത്ര ചെയ്ത് ഈ ദ ആർക്ക് ഓഫ് ആൻഡ് ഡവ് എന്ന് പറയുന്ന ഈ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിച്ച് ഈ സന്ദേശത്തിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ. അന്ന് അവർക്കുണ്ടായതിലേറെ അനുഭവം, പരിശുദ്ധാത്മാവിന്റെ ആ പ്രകടമായ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാണ്. നമ്മളായിരിക്കുന്ന സമൂഹങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, നമ്മുടെ സഭയിൽ, അത് ആഗോള സമൂഹം മുഴുവന്റെ മേലും ഒരു പുത്തൻ ഉണർവിന്റെ തീയായി കത്തിപ്പടരുവാൻ കർത്താവേ, വീണ്ടും ഞങ്ങൾക്ക് ഉണർവ് തരണമേ, ഒരു റിവൈവൽ ഞങ്ങൾക്ക് തരണമേ, ഒരു പുത്തൻ പെന്തക്കോസ്ത് അനുഭവം ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവിന്റെ ഒരു നവമായ പ്രവാഹം യുഗാന്ത സഭയ്ക്ക് പ്രദാനം ചെയ്യണമേ എന്ന് ഒരു മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം.
അതുകൊണ്ട് സഹോദരങ്ങളെ, മറ്റെന്തിനേക്കാളുപരി കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മുടെ കർത്താവിന് രണ്ടാം വരവ് അടുത്തുകൊണ്ടിരിക്കുക. ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ വീണ്ടും വരവിനായി സഭയെ, ലോകത്തെ സജ്ജമാക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം നമുക്കുണ്ട്. നമുക്കതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ഒരു പുത്തൻ പ്രവാഹം സഭയിൽ, ലോകരാജ്യങ്ങളിലെല്ലാം ഒഴുകപ്പെടുവാൻ ഒരു കുടുംബമായി, ഒരു മനസ്സോടെ, മറ്റെന്തിനേക്കാൾ ഉപരി ഒരു പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഈ അപ്പർ റൂമിൽ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ആ കർത്താവിന്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. സഭയുടെ റിവൈവൽ, യുഗാന്ത സഭയുടെ നവീകരണം, ലോക സുവിശേഷവൽക്കരണം, ഇത് ആത്മാവിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഈ കൃപയിലേക്ക് പങ്കെടുക്കാം. 4:33 പറയുന്നുണ്ട്, അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. ഈ കൃപാവര സമൃദ്ധിയിൽ നമ്മളെല്ലാം പൂരിതരാകുവാൻ ദൈവം നമുക്ക് ഇടവരുത്തട്ടെ. അതിനായി നമുക്കൊരുങ്ങാം. ഒരു മനസ്സോടെ നമുക്ക് കൃപയോടെ മുന്നേറാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. ആമേൻ.